റഷ്യയ്ക്ക് നേരെ ആക്രമണം നടത്താൻ യുക്രൈൻ ഉപയോഗിച്ചത് FPV ഡ്രോണുകളാണ്. ഇവ ഇന്ത്യയുടെ കൈവശമുണ്ടോ? ഇന്ത്യയുടെ കയ്യിലും ഉണ്ട്. അതായത് ഈ യുക്രൈൻ ഈ റഷ്യയുടെ വ്യോമത്താവളങ്ങളൊക്കെ തകർത്തല്ലോ, 41 ബോംബറുകൾ നശിപ്പിച്ചു, $7 ബില്യൺ നഷ്ടമുണ്ടാക്കി എന്നൊക്കെയാണ് സെലൻസ്കി പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു UAV എക്സ്പെർട്ട് എന്ന് പറയുന്നത് കേണൽ ദേവേഷ് സിംഗ്, അദ്ദേഹം റിട്ടയർ ചെയ്ത ആളാണ്, കേണൽ, പട്ടാളത്തിലുണ്ടായിരുന്ന ആൾ. അദ്ദേഹം ഇന്ത്യക്ക് ഈ FPV ഡ്രോണുകൾ, FPV ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ വ്യൂ എന്നാണ് FPV. ഫസ്റ്റ് പേഴ്സൺ വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഡ്രോണ് എന്താണോ കാണുന്നത്, ഡ്രോണിൽ ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. ഡ്രോൺ ഒരാൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതെ, ഒരു ഓപ്പറേറ്റർ ഉണ്ട്, റിമോട്ടായിരിക്കും. ആ ഡ്രോൺ എന്താണോ കാണുന്നത് അത് ഈ ഓപ്പറേറ്ററും കാണും. ഡ്രോണിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ കാണില്ല, ഡ്രോൺ കാണുന്നത്. അതാണ് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺസ് എന്ന് പറയാൻ കാരണം. മറ്റ് വലിയ ചിലവുള്ള ഡ്രോണുകളൊക്കെ ഉണ്ടല്ലോ, കോടികളുടെയൊക്കെ. ഇത് പരമാവധി 42,000 രൂപയെ ഈ ഡ്രോണിന് വിലയുള്ളൂ. അപ്പോൾ മറ്റ് ഡ്രോണുകളാണെങ്കിൽ ചുറ്റുപാടും ഒക്കെ കാണാൻ പറ്റും. ഇത് ഫസ്റ്റ് പേഴ്സൺ വ്യൂ FPV ഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും ഈ മേഖലയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ FPV ഡ്രോണ്, പിന്നെ കൗണ്ടർ ഡ്രോണുകൾ, എയർ ഡിഫൻസ് ഇന്നൊവേഷൻസ്, ഇതൊക്കെ എയർ ഡിഫൻസ് വ്യോമവേദ സംവിധാനങ്ങളൊക്കെ ഇന്ത്യയും പല ആശയങ്ങളുമൊക്കെ നടപ്പാക്കുന്നുണ്ട്. നമ്മൾ FPV ഡ്രോൺ ഈ കഴിഞ്ഞ മാർച്ചിൽ, അതായത് 2 മാസം മുമ്പ് 5 FPV ഡ്രോണുകൾ നമ്മൾ വാങ്ങി. അപ്പോൾ അതിൽ ആ മേഖലയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ FPV ഡ്രോൺസിൽ പൊതുവേ ഈ ഓപ്റ്റിക്കൽ ഫൈബർ ആയിരിക്കും സംവിധാനം ഉണ്ടാവുക. സാധാരണ ഡ്രോണിലൊക്കെ റേഡിയോ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ് ഓപ്പറേറ്ററുമായിട്ട് ആശയവിനിമയം നടക്കുന്നത്. ഈ ഓപ്റ്റിക്കൽ ഫൈബറായി കഴിയുമ്പോൾ ഈ റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം റേഡിയോ ഫ്രീക്വൻസി അല്ലല്ലോ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് നമ്മളൊരു വീഡിയോ ഇവിടെ ചെയ്തിരുന്നു, ഓപ്റ്റിക്കൽ ഫൈബർ ഡ്രോണുകൾ ധാരാളമായിട്ട് റഷ്യ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഇത് യുക്രൈൻ്റെ കയ്യിലും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി. ഇതിനെ റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓപ്റ്റിക്കൽ ഫൈബറുകൾ ചെറിയ നാര് പോലെ വളരെ തിന്നായിട്ടുള്ള ഓപ്റ്റിക്കൽ ഫൈബേഴ്സാണ്. അപ്പോൾ റഷ്യയിലെ ആളുകൾ യുക്രൈനിലെ ആളുകൾ തമാശയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഇനി നമ്മൾ കത്രികയായിട്ട് നടക്കേണ്ടി വരുമല്ലോ എന്ന്, ഈ ഓപ്റ്റിക്കൽ ഫൈബർ മുറിക്കാൻ വേണ്ടി കേബിളുകൾ. അപ്പോൾ ആ കേബിളുകൾ വഴിയാണ് ഈ മറ്റേ ആശയവിനിമയങ്ങൾ ഒക്കെ നടക്കുന്നത്, സാധാരണ ഡ്രോണുകളിലെ റേഡിയോ ഫ്രീക്വൻസിക്ക് പകരം. അപ്പോൾ ഓപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുക വിനിമയത്തിന് എന്നുള്ളത് ഡ്രോൺ ടെക്നോളജിയിൽ ഒരു പുതിയ ആശയമായിരുന്നു. അത് റഷ്യ മാത്രമാണ് നടപ്പാക്കിയത് എന്നാണ് റിപ്പോർട്ടുകളിൽ ഇതുവരെയൊക്കെ വന്നുകൊണ്ടിരുന്നത്, ഈ സർപ്രൈസ് ഉണ്ടാകുന്നത് വരെ. അപ്പോൾ ഇതിന് ചെറിയ റേഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ, ചെറിയ വിമാനമാണ്, ചെറിയ ഡ്രോണാണ്. 18 മുതൽ 20 കിലോമീറ്റർ വരെ ആണ് അതിൻ്റെ റേഞ്ച് ഉണ്ടാവുക. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഡ്രോൺ പോയിട്ട് ഈ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഈ FPV ആയതുകൊണ്ടും ഫസ്റ്റ് പേഴ്സൺ വ്യൂ ആയതുകൊണ്ടും നേരത്തെ പോയിട്ട് വിമാനമോ അല്ലെങ്കിൽ വലിയ ഡ്രോണോ ഒക്കെ ആ സ്ഥലങ്ങളൊക്കെ നിരീക്ഷിച്ച ശേഷം ആയിരിക്കും ഇതിനെ വിടുക. അപ്പോൾ ചുറ്റുപാടുമൊക്കെ മറ്റേ വിമാനത്തിനോ ഡ്രോണിനോ കണ്ട് അതിൻ്റെ ഇമേജസ് ഒക്കെ ഓപ്പറേറ്റർക്ക് അയക്കാനും പറ്റുമല്ലോ. ചുറ്റുപാടും ഉണ്ട് എന്നുള്ളതും കൂടി അറിയണമല്ലോ, അത് ഈ ഡ്രോണിൽ നിന്ന് അറിയില്ല. അങ്ങനെ ഒരു പരിമിതി ഇതിനുണ്ട്. പക്ഷേ ഇതിന് വലിയ സ്പീഡുണ്ട്, ചെറിയ സൈസാണ്, അങ്ങനത്തെ സംവിധാനം ഉണ്ട്. മാർച്ചിൽ ഇന്ത്യ 5 എണ്ണം FPV വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലോ കോസ്റ്റാണ്, ഹൈ സ്പീഡാണ്. ഇത് യുക്രൈൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഈ കച്ചവട റൂട്ട് ആയുധവൽക്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ മേൽക്കൂരകൾ എന്നുള്ള മട്ടിൽ, ക്യാബിനുകൾ എന്നുള്ള മട്ടിൽ ട്രക്കിൽ ക്യാബിനുകൾ കൊണ്ടുപോകുന്നു. റിമോട്ട് ആയ ഒരു സ്ഥലത്ത് നിന്ന് ഈ ക്യാബിനുകൾ ഉയരുന്നു, ഡ്രോണുകൾ പറന്നു പൊങ്ങുന്നു. ഈ ട്രക്കുകൾ
ഏത് സ്ഥലമാണോ തകർക്കേണ്ടത് ആ സ്ഥലത്തിൻ്റെ അടുത്ത് പോയാണ് നിർത്തിയിട്ടിരുന്നത്. എന്ന് പറയുമ്പോൾ ഈ ചെറിയ റേഞ്ചല്ലേ ഉള്ളൂ. അപ്പോൾ റഷ്യയിലേക്ക് കടത്തി. റഷ്യ വലിയ പരാജയമായി പോയി ഇത് കണ്ടുപിടിക്കുന്നതിൽ. റഷ്യയിലേക്ക് കടത്തി ട്രക്കുകളിൽ കൊണ്ടുപോയി സ്ഥലത്ത് ട്രക്കുകളിരുത്തിട്ട് ഈ ക്യാബിൻ റിമോട്ടായിട്ട് പൊക്കിയിട്ട് അങ്ങനെയാണ് ഈ ഡ്രോണുകൾ പ്രവർത്തിച്ചത് എന്നെല്ലാ റിപ്പോർട്ടുകളിലും കാണാം. അപ്പോൾ ട്രക്കിൻ്റെ സീലിങ്ങിൽ ഒളിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്ത്യ ഇപ്പോൾ 5 എണ്ണം വാങ്ങിച്ചു എന്ന് പറഞ്ഞല്ലോ. ഉടനെ ഇന്ത്യക്ക് 100 FPV കൂടി വരും. അവിടെ പക്ഷേ യുക്രൈനിൽ 4 മില്യൺ കൂടിയാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വേറെ രാജ്യത്തിൻ്റെ ഒന്നുമല്ല, തുർക്കിയുടെയോ ചൈനയുടെയോ ഒന്നുമല്ല, അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അവിടെ 40 ലക്ഷം FPV ഡ്രോണുകൾ കൂടി വരും. ചെറിയ വിലയിലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ ചിലപ്പോൾ വാങ്ങേണ്ടിയൊക്കെ വരുമായിരിക്കും ഈ മാതൃകയൊക്കെ കണ്ടിട്ട്. ഇത് പാകിസ്ഥാൻ നമുക്കിട്ട് ചെയ്യില്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ മേടിച്ചാൽ പോരെ? അതെ അതെ, നമ്മൾ മറ്റുള്ളവർ പേടിച്ച് ജീവിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇതിൽ ആൻറ്റി ടാങ്കുകളെ നശിപ്പിക്കാനുള്ള പേലോഡ് ഈ ഡ്രോണുകളിലുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ഫോടകങ്ങളോ മിസൈലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ചണ്ഡീഗഡിലെ TBRL മറ്റേ ടെർമിനൽ ബാലിസ്റ്റിക്സ് റിസർച്ച് ലാബ് എന്ന് പറയുന്നത് ചണ്ഡീഗഡിലെ TBRLൻ്റെ കൊളാബറേഷനിൽ DRDO തന്നെയാണ് ഈ ഡ്രോണുകൾ FPV ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ത്യ തന്നെ, യുക്രൈനിൽ യുക്രൈൻ തന്നെ. അപ്പോൾ നമുക്ക് FPVയിൽ നമ്മൾ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാതൃകയാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. റഷ്യ ഇനിയിപ്പോൾ റഷ്യക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഡ്രോണുകൾ ഇപ്പോൾ കഴിവ് തെളിച്ചാണല്ലോ റഷ്യ കൂടുതലായിട്ട് വാങ്ങിച്ചിട്ട് യുക്രൈനെതിരെ ഉപയോഗിക്കട്ടെ എന്നാണ് വിദഗ്ധർ പറയുന്നത്. നമുക്ക് നല്ല ഡ്രോണുകളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ FPVയും കൊടുക്കാം. നമ്മൾ ചണ്ഡീഗഡിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ അവർക്ക് വാങ്ങാം. നമ്മൾ ബെല്ല്, ഭാരത് ഇലക്ട്രോണിക്സ്, DRDO ഒക്കെ ഇത് വികസിപ്പിക്കുന്നുണ്ട്. ഇനി FPV ഡ്രോൺസിനെ പറ്റി പറയാം. അതായത് ഈ ഡ്രോണിനെ നമ്മൾ ഈ ക്യാമറ പോലെ ഡ്രോണുകൾ ഫിലിമിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നില്ലേ, സിനിമയ്ക്കും ഇപ്പോൾ വിവാഹത്തിനുമൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അതുപോലത്തെ ഒക്കെ ഒരു ഡ്രോണാണിത്. അപ്പോൾ ഇത് പൈലറ്റ് ചെയ്യുന്ന ആൾക്ക് ഈ ഡ്രോൺ എന്താണോ കാണുന്നത് അത്രയും കാണാം. അതാണ് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺ FPV എന്ന് പറയുന്നത്. ഈ ഡ്രോണിലൊരു ക്യാമറ അതിൻ്റെ ബോഡിയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്പെഷ്യലൈസ്ഡ് ഗോഗിൾസ്, കണ്ണട, ഇത് കാണാനായിട്ട് പ്രത്യേക ഗോഗിൾസ് ആകാം, അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീനിൽ കാണാം. അങ്ങനെയൊക്കെയാണ് അത് സംവിധാനം. പിന്നെ റിമോട്ടായിട്ട് നിയന്ത്രിക്കാം ഇതിനെ മുഴുവൻ. ഇത് ചെയ്യുന്നതിൻ്റെയൊക്കെ ഫിലിം ചെയ്യാം, കാരണം അതിൽ ക്യാമറ ഉണ്ടല്ലോ. ചുറ്റുപാടും കാണാൻ പറ്റില്ല ഇതിന്. അതുകൊണ്ട് FPV ഡ്രോണിന് മുമ്പ് റിക്കനസെൻസ് ഡ്രോണുകൾ, നിരീക്ഷണ ഡ്രോണുകൾ ആദ്യമേ പോയി സ്ഥലമൊക്കെ ഓപ്പറേറ്റർക്ക് കാണിച്ചു കൊടുത്തിട്ട് ആക്രമണത്തിന് ഈ ഡ്രോണിനെ പറത്തിവിടുക, അതാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റേ റെക്കി ഡ്രോണുകൾ ആദ്യം പോകുന്നതിന് വലിയ റേഞ്ച് ഉണ്ടാവുമല്ലോ, ചുറ്റുപാടും കാണാനും പറ്റും. അപ്പോൾ ഈ കാണാതെ ഇതിന് ചെയ്യാൻ പറ്റുന്നത് ഡീപ്പ് സ്ട്രൈക്ക്, നല്ല ആഴത്തിൽ ആക്രമിക്കാൻ കഴിയും. ചെലവ് കുറവാണ്, 42,000 രൂപ വരെയേ ഉള്ളൂ. കുറച്ച് നാളായിട്ട് ഇത് യുക്രൈൻ പുതുതായിട്ടൊന്നും ഉണ്ടാക്കിയതല്ല. കുറച്ച് നാളായിട്ട് യുക്രൈൻ ഈ FPV ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. 2023 നവംബർ മുതൽ എങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. അന്ന് മുതൽ ഇതിൻ്റെ റിപ്പോർട്ടുകളുണ്ട്. യുക്രൈൻ ആ കാലത്തൊക്കെ കുറേ റഷ്യൻ ടാങ്കുകൾ നശിപ്പിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ. ആ ടാങ്കുകളിൽ 2 FPV ഡ്രോണുകൾ നശിപ്പിച്ചതാണ്. അന്ന് ഇതിനെ ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. യുക്രൈനിൽ വയറി ഡ്രോൺ എന്ന് പറഞ്ഞ കമ്പനിയാണ്
ഇത് നിർമ്മിക്കുന്നത്, വൈറി ഡ്രോൺ കമ്പനി. 2025 കൊല്ലം മാർച്ചിൽ 1000 ഈ FPV ഡ്രോണുകൾ ഉണ്ടാക്കിയിരുന്നു. ഇനി 40 ലക്ഷം ഡ്രോണുകളൂടി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ റഷ്യ പേടിക്കണം. ഇതിൻ്റെ ചിപ്പുകൾ ചൈനയിൽ നിന്നായിരിക്കും വരുന്നത്. ചിപ്പ് അതെ ആയിരിക്കാം യുക്രൈന് കൊടുക്കാൻ. പക്ഷേ ചൈനയിൽ നിയന്ത്രണമുണ്ട്. കാരണം ചൈനയിൽ DJI ടെക്നിക്കൽ കമ്പനി ആണ്, DJI ടെക്നിക്കൽ കമ്പനി ആണ് ഈ ചിപ്പുകൾ ഒക്കെ ഉണ്ടാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ നിർമ്മാതാവാണ് ചൈനയിലെ DJI ടെക് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ നിർമ്മാതാവാണ്. ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ വലിപ്പമുള്ളതെന്നല്ല, ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അമേരിക്കയിലെ ഡ്രോൺ വിപണിയിൽ 90% ഈ കമ്പനിയുടേതാണ്. ആഗോള ഡ്രോൺ വിപണിയിൽ 80% ഈ ചൈനീസ് കമ്പനി ആണ്. ചീപ്പാണല്ലോ. അതെ. പിന്നെ ഡ്രോണിൻ്റെ ഘടകങ്ങൾ, കമ്പോണൻസ്, ലിഥിയം അയോൺ ബാറ്ററി ഒക്കെ ഉണ്ടല്ലോ, ലിഥിയം ബാറ്ററി, അതുമൊക്കെ അവിടെ ചൈനയിൽ തന്നെയാണ് കൂടുതൽ. കോണ്ടംപററി ആംബ്രക്സ് ടെക്നിക്കൽ കമ്പനി, അവരാണ് ഈ ലിഥിയം ബാറ്ററികളുടെയൊക്കെ ഏറ്റവും വലിയ നിർമ്മാതാവ്. അപ്പോൾ യുക്രൈൻ, നമ്മളും ഈ രംഗത്ത് ഉണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ്, പ്രേക്ഷകരോട് പറയാനാണ് നമ്മൾ ഈ ചർച്ച ചെയ്തത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു കുറിപ്പ് ഞാൻ FBയിൽ ഇട്ടിരുന്നു. ഇത് ചെയ്ത ഈ അവരുടെ സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ കമാൻഡറുടെ ചിത്രം, അദ്ദേഹം ഭൂപടമൊക്കെ പഠിക്കുന്നതൊക്കെ. അപ്പോൾ ആളുകൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്ത്യക്ക് ഇത് മാതൃകയല്ലേ, നമ്മൾ കരുതിയിരിക്കണ്ടേ, പാകിസ്ഥാൻ ഇത് ചെയ്തില്ലേ എന്ന്. പാകിസ്ഥാൻ്റെ കയ്യിലല്ല, നമ്മുടെ കയ്യിൽ ഇതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.